RRB എക്സാംസിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. കുറച്ച് മിസൈൽസ് തന്നിട്ട് അവ എന്താണെന്ന് ചോദിക്കും. അപ്പം നമുക്കത് പഠിച്ചാലോ. ആകാശ് ഇന്ത്യയുടെ അത്യാധുനികമായിട്ടുള്ള ബഹുലക്ഷ്യ ഭൂതല വ്യോമ മിസൈലാണ്. ബഹുലക്ഷ്യ ഭൂതല വ്യോമ മിസൈലാണ്. തൃശൂൽ അത് ഹ്രസ്വദൂര ഭൂതല വ്യോമ മിസൈലാണ്. അപ്പം ഒരെണ്ണം ചെറുതും ഒരെണ്ണം എന്തായിരിക്കും. ആകാശ് എന്ന് പറയുന്നത് ബഹുലക്ഷ്യതാണ്, തൃശൂൽ എന്ന് പറയുന്നത് ഹ്രസ്വദൂരയാണ് വ്യോമ മിസൈൽ. നാഗ് ലോകത്തിലെ ഏറ്റവും പരിഷ്കൃതമായ ടാങ്ക് വേദ മിസൈലാണ് നാഗ് എന്ന് പറയുന്നത്. അഗ്നി ഇന്ത്യയുടെ മധ്യദൂര ഭൂഖണ്ഡാന്തര ഭൂതല മിസൈല്, എർത്ത് ടു എർത്ത് ആണ് മിസൈല് എന്തെന്ന് പറയുന്നത്, അഗ്നി എന്ന് പറയുന്നത്. ഇനിയും അടുത്ത ഒരെണ്ണം കെ എന്ന് വെച്ചാൽ എന്താണ്, അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഒരു മിസൈലാണ് കെ. അടുത്തത് ശൗര്യ എന്ന് പറയുന്നത് സർഫസ് ടു സർഫസ് മിസൈലാണ് ശൗര്യ എന്ന് പറയുന്നത്. അടുത്തത് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. അസ്ത്ര വ്യോമ മിസൈലാണ്. നിർഭയ് ദീർഘദൂര സബ്സോണിക് ക്രൂയിസ് മിസൈലാണ്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് സൂര്യ. ധനുഷ് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ്. പിനാക് ബഹുവിക്ഷേപണ റോക്കറ്റിന്റെ പേരാണ് പിനാക്ക്. ലക്ഷ്യ നമ്മളുടെ പൈലറ്റ് ഇല്ലാത്ത വിമാനമാണ്. നിഷാന്ത് അൺമാനേജ്ഡ് ഏരിയൽ വെഹിക്കിളാണ്. സാഗരിക കടലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലാണ്. കേൾക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും, പക്ഷേ നമുക്ക് ഒന്ന് മനസ്സിലാക്കി ഇത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു ഷോർട്ട് വീഡിയോയാണ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക, കാണാതെ പഠിക്കുക. എന്നിട്ട് നമുക്ക് പരീക്ഷകൾക്ക് ചോദിക്കുമ്പം 1 മാർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഉറപ്പാണ്. RRB ഗ്രൂപ്പ് ഡി എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളോടും പറയുകയാണ്, RRB ഗ്രൂപ്പ് ഡിയുടെ അപേക്ഷ സ്വീകരിക്കുന്ന സമയമാണ്. അപ്പം എല്ലാവരും മറക്കേണ്ട, മാർച്ച് വരെയാണ് അപേക്ഷിക്കാവുന്ന ഡേറ്റേ ഉള്ളത്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പഠിച്ചു തുടങ്ങാം CCയോടൊപ്പം. CCയുടെ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യും.